സ്കൂൾ കാലയളവിൽ നമ്മുടെ കൂടെ പഠിച്ചവരാണ് നമുക്ക് എക്കാലത്ത് സുഹൃത്തുക്കളായി ഉണ്ടായിരിക്കുക. എന്നാൽ ആ ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്ക് നമ്മുടെ പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ അവരും നമ്മളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടാകും. ജോലിയുടെ കാര്യത്തിലായാലും മറ്റ് ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിലായാലും ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയും. അത്തരത്തിൽ കൂടെ പഠിച്ചവരെ കുറിച്ച് സഹപാഠികൾ എന്ന പേരിൽ ഒരു കവിത എഴുതുകയാണ് ലത്തീഫ് നെല്ലിച്ചോട്. കോമ്പസ് കൊണ്ട് ബെഞ്ചിൽ കുത്തിക്കളിച്ച മുനീർ മൊബൈൽ മെക്കാനിക്കായി. കണക്കു ടീച്ചറുടെ സമൃദ്ധമായ പിന്നാമ്പുറം നോക്കിയിരുന്ന കബീർ കമ്പ്യൂട്ടർ ഷോപ്പിന്റെ ഉടമയായി. ബോർഡ് മായ്ക്കാൻ വ്യത്യസ്തമായ ഡസ്റ്ററുകൾ കൊണ്ടുവന്ന സുനന്ദ വനിതാ ടൈലറിംഗ് നടത്തുന്നുണ്ട്. വൃത്തിയുള്ള ക്ലാസ് റൂമിൽ മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ട് നോട്ട്ബുക്കുകൾ വെട്ടിയിടുന്ന ബഷീറിൻ്റെതാണ് ടൗണിലെ ബ്യൂട്ടി സലൂൺ. ഞാൻ ആദ്യമായി സ്നേഹിച്ച സീനത്ത് ഹൈസ്കൂൾ ടീച്ചറായി. പൊങ്ങച്ചത്തിന്റെ സ്വപ്നങ്ങൾ കണ്ട അലിയും സലാമും ഖത്തറിലാണെന്ന് കേട്ടു. മനോഹരമായ കയ്യക്ഷരം കൊണ്ട് പുതുപുസ്തകത്തിന്റെ പുറംചട്ടയിൽ പേരെഴുതി തന്ന പവിത്രൻ പടവുകാരനായി. ചുമ്മാ ചിരിച്ചു നടന്ന ലാസ്റ്റ് ബെഞ്ചിലെ മൊട്ടത്തലയൻ മൊയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പറായി. ഇരുനിറമാണെങ്കിലും മൊഞ്ചുള്ള ബുഷിറ 4 കുട്ടികളുടെ ഉമ്മച്ചിയുമായി. ചോറ്റുപുരയുടെ ചുമരിലും മൂത്രപ്പുരക്കുള്ളിലും തോന്നിയാക്ഷരങ്ങൾ എഴുതിയ പ്രമോദ് ആഴ്ച പതിപ്പിൽ പത്രാധിപരായി. ഒരു സ്വൈര്യവും തരാത്ത വായാടി വത്സല ചാനൽ അവതാരകയായി. ക്ലാസ് ലീഡറായിരുന്നിട്ടും ഇന്നും ഞാൻ മാത്രം ഒന്നുമായില്ല. ക്ലാസ് ലീഡറായിട്ടും ഞാൻ മാത്രം ഇന്നും ഒന്നുമായില്ല. നമ്മുടെയൊക്കെ പഠന കാലയളവിൽ പലരും നല്ല മാർക്ക് വാങ്ങിയിരുന്നവർ ജീവിത സാഹചര്യം കൊണ്ട് പിന്നീട് ഏറ്റവും താഴേക്കിടയിലേക്ക് എത്തുകയും ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിയിരുന്നവർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ കാലം കടന്നു പോകുമ്പോൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്കതൊക്കെ തിരിച്ചറിയാൻ കഴിയുക. അത്തരത്തിൽ നാം എന്തായിരുന്നു എന്ന ഒരു ചോദ്യചിഹ്നം മാത്രം അവിടെ ബാക്കിയാവും. അത്തരത്തിലുള്ള തൻ്റെ കാഴ്ചപ്പാടിനെയാണ് ഈ യുവ കവി തൻ്റെ ഈ കവിതയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഏവർക്കും സ്നേഹം.